എല്ലാവർക്കും നമസ്കാരം. മലയാളി ട്രാവൽ ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ്. ആലപ്പുഴ ബോട്ട് ജെട്ടി നമ്മുടെ ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ബസ് ഇറങ്ങി നമുക്ക് ഇങ്ങോട്ട് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് ജെട്ടിയുടെ ബിൽഡിംഗ് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിന്ന് നമ്മളിവിടെ നടന്നിവിടെ എത്തി. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഒരു യാത്ര പോവുകയാണ്. ആലപ്പുഴയുടെയും കുട്ടനാടിൻ്റെയും പ്രകൃതി ഭംഗി കംപ്ലീറ്റ് കണ്ട് ആസ്വദിക്കാനായിട്ട് നമ്മൾ കേരള സർക്കാർ ജലഗതാഗത വകുപ്പിൻ്റെ ഒരു ബോട്ടുണ്ട്, വേഗ 2. ആ കിടക്കുന്ന ബോട്ടാണ്. അപ്പോൾ അതിൽ കയറി നമ്മൾ 11 മണിക്ക് ബോട്ട് യാത്ര തുടങ്ങി വൈകിട്ട് 4 മണിയോടുകൂടി തിരികെ വരും. അപ്പോൾ അതിന് നേരത്തെ ഈ ബോട്ടിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ഫോൺ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. അതിൻ്റെ പൈസ കംപ്ലീറ്റ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കൊടുത്താൽ മതി. ഇതിന് AC കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യണമെങ്കിൽ, AC ക്യാബിൽ യാത്ര ചെയ്യണമെങ്കിൽ 600 രൂപയും നോൺ AC-യിലാണെങ്കിൽ 400 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടെ കഴിക്കാനുള്ള ഒരു ഫുഡ് കോർട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കുടുംബശ്രീ നമ്മുടെ ചേച്ചിമാരാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉച്ചയ്ക്ക് 100 രൂപയ്ക്ക് ഫുഡ് തരും, സാധാരണ ഊണ്. പിന്നെ സ്പെഷ്യൽ വേറെ വേണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. ഇത് AC ക്യാബിനാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്നത് നോൺ AC-യാണ്. പുറകിൽ വാഷ്റൂം ഉണ്ട്, നല്ല വൃത്തിയുള്ള ഒരു വാഷ്റൂമാണുള്ളത്. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. നമ്മൾ ആദ്യം പുന്നമടക്കായലിലൂടെ യാത്ര തുടങ്ങുകയാണ്. പുന്നമടക്കായൽ കഴിഞ്ഞാൽ വേമ്പനാട്ട് കായൽ, മുഹമ്മ, പാതിരാമണൽ, കുമരകം, R ബ്ലോക്ക്, മാർത്താണ്ഡം, ചിത്തിര, C ബ്ലോക്ക്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നമ്മുടെ പുറപ്പെട്ട സ്ഥലമായ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരും. ആ രീതിയിലാണ് ഈ യാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, ഈ AC ക്യാബിനിൽ 40 സീറ്റാണുള്ളത്. നോൺ AC ആണെങ്കിൽ 80 സീറ്റുമാണുള്ളത്. ഏതൊരു സാധാരണക്കാരനും ഈ ബോട്ടിൽ യാത്ര ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടുത്തെ ചാർജ് നിശ്ചയിച്ചിരിക്കുന്നത്, 400 രൂപ. അപ്പോൾ എനിക്കത് വളരെ ഇതായിട്ട് തോന്നി, സന്തോഷം തോന്നി. ഈ വലിയ ഹൗസ് ബോട്ടുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് ഇവിടെ ഒരു യാത്ര ചെയ്യണമെങ്കിൽ വളരെ വലിയൊരു എമൗണ്ട് നമുക്ക് ചിലവാകും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനൊന്നും ഇല്ലാതെ സർക്കാർ ചെലവിൽ വളരെ സുരക്ഷിതമായിട്ട് എല്ലാ സീറ്റിൻ്റെ അടിയിൽ ലൈഫ് ജാക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ഈ പുന്നമടക്കായലിലാണ് ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ അനൗൺസ്മെന്റ് കേൾക്കുന്നു. നമുക്ക് പോയി നോക്കാം എന്താണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കായലുമായ വേമ്പനാട് കായലിലേക്കാണ് നമ്മളുടെ ജലവാഹനം ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പ്രധാന നദികളായ മീനച്ചിലാറ്, മണിമലയാറ്, അച്ചൻകോവിലാറ്, മൂവാറ്റുപുഴയാറ്, പുണ്യനദിയായ പമ്പ എന്നിവയുടെ കർമ്മസ്ഥാനം കൂടിയാണ് ഈ വേമ്പനാട് കായൽ. ഈ പ്രത്യേകത കൊണ്ട് തന്നെയാണ് വേമ്പനാട് കായലിനെ ഇത്രയേറെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ 3 ജില്ലകളിലായി ഏകദേശം 97.5 കിലോമീറ്റർ നീളത്തിലാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. വേമ്പനാട് കായലിന്റെ പരമാവധി വീതി എന്ന് പറയുന്നത് 14 കിലോമീറ്ററാണ്. ഏകദേശം 2033 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വേമ്പനാട് കായൽ ഈ 3 ജില്ലകളിലായി പരന്നു കിടക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ ദേശീയ മത്സ്യമായ കരിമീനിന്റെ ഒരു പ്രധാന ആവാസ കേന്ദ്രം കൂടിയാണ് വേമ്പനാട് കായലും അനുബന്ധ ജലാശയങ്ങളും. പ്രിയപ്പെട്ട സഞ്ചാരികളെ, ഏകദേശം 1 മണിക്കൂറിലധികം വേമ്പനാട് കായലിന്റെ ഈ വശ്യമനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ദേശീയ ജലപാത 3 സഞ്ചരിച്ച് വേമ്പനാട് കായലിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്വാഭാവിക നദീജന്യ ദ്വീപായ പാതിരാമണൽ ദ്വീപിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ യൂണിറ്റിന്റെ ഒരു ഫുഡ് കോർട്ട് നോൺ AC ക്യാബിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വാങ്ങുന്ന ആഹാര സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ കരുതിയിരിക്കുന്നതായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ വേമ്പനാട് കായലിലോ ബോട്ടിലോ വലിച്ചെറിയാതെ അതിനായി നാം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പാത്രങ്ങൾ മാത്രം നിക്ഷേപിക്കാൻ ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ കൂടി അറിയിച്ചു. വേമ്പനാട്ട് കായലിലൂടെ ഇങ്ങനെ നമ്മുടെ ബോട്ട് പാതിരാമണൽ ലക്ഷ്യമാക്കി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏതാണ്ട് ഉച്ചയോടടുത്ത് 12 മണിയായി. നല്ല തണുത്ത കാറ്റടിക്കുന്നു. ചുറ്റും വിശാലമായ കായൽ. കരയിപ്പം കാണാനേ സാധിക്കുന്നില്ല. പക്ഷെ അങ്ങ് ദൂരെ ഒരു പൊട്ട് പോലെ നമ്മുടെ ആ ദ്വീപ് കാണാൻ സാധിക്കുന്നുണ്ട്, പാതിരാമണൽ. ഈ പാതിരാമണൽ ഇപ്പോൾ ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ്. മുൻപ് 1980 വരെയും ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 14 തൊഴിലാളി കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു.
കേരള സർക്കാർ ഇടപെട്ട് മുഹമ്മ പഞ്ചായത്തും കൂടെ ഇടപെട്ട് അവരെ കംപ്ലീറ്റ് ആൾക്കാരെയും മുഹമ്മ പഞ്ചായത്തിൻ്റെ മറ്റ് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ട് കേരള ഗവൺമെൻറ് ഇത് കംപ്ലീറ്റ് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറിയിരിക്കുകയാണ്. ഇപ്പം കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിലാണ് ഈ ദ്വീപ് കംപ്ലീറ്റ്. അപ്പോൾ അവിടെ ആൾതാമസമൊന്നുമില്ല. അപ്പം നമുക്ക് അവിടെ എത്തിയതിന് ശേഷം അവിടുത്തെ കാഴ്ചകൾ കൂടുതൽ നമുക്ക് കാണാം. അങ്ങനെ പാതിരാമണലിലെ ബോട്ട് ചട്ടിയിൽ നമ്മുടെ ബോട്ട് അടുത്തു. അപ്പോൾ ഇറങ്ങുകയാണ് എല്ലാവരും. ഇവിടെ നമ്മൾ ഉള്ളിലെ കാഴ്ചകൾ കാണണമെങ്കിൽ 20 രൂപ നമ്മൾ പ്രവേശന ഫീസ് ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇതിനകത്താണെങ്കിൽ ഏറുമാടം, അതുപോലെ തന്നെ ഒരുപാട് ഊഞ്ഞാല്, അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉള്ളിലോട്ട് പോകാൻ പറഞ്ഞു. കുറേ ഏരിയ ഉണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം, ഒരു തുരുത്ത്, ഒരു വലിയൊരു കായലിനകത്ത് ഒരു ദ്വീപ്, നല്ല പച്ചപ്പ് നിറഞ്ഞത്. അപ്പോൾ അവിടോട്ട് നമ്മൾ പോവുകയാണ്. മറ്റ് ഒരു ശല്യങ്ങളോ മറ്റൊരു പ്രശ്നങ്ങളോ ഇല്ല. നമുക്ക് ചുറ്റും നടന്ന് നമുക്കെല്ലാം കാഴ്ചകൾ കാണാം. ഒരുപാട് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടെ പക്ഷികൾ എത്താറുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കുമരകം പക്ഷി സങ്കേതം ഉള്ളത്. അവിടുന്ന് തന്നെ ഇവിടോട്ടും എത്താറുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ വളരെ എല്ലാ പക്ഷികളും, ഇവിടെയുള്ള പക്ഷികളെല്ലാം ഇവിടെ എത്താറുണ്ട്. അവർക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. കാരണം ഒരു മനുഷ്യവാസം ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് മറ്റ് ജീവികളൊന്നും തന്നെ ഇല്ല. നമ്മുടെ കൂടെ വന്ന ആളുകൾ അതാ ഏറുമാടത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അവിടെ നിന്ന് കുറേ ദൂരത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ ഗുരുമന്ദിരം കാണാൻ സാധിക്കുന്നു. പണ്ട് ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ അവരെ പൂജ നടത്താനായിട്ട് സ്ഥാപിച്ച ഗുരുമന്ദിരമാണ്. അതിപ്പോഴും അങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കുന്നു. അങ്ങ് ദൂരത്തുണ്ട് ഊഞ്ഞാൽ ഉണ്ട്, കുട്ടികളെ ഊഞ്ഞാലൊക്കെ ആടുന്നു. ഇവിടെ നമുക്കിനി തിരിച്ചു പോകാൻ സമയമായി. അരമണിക്കൂറാണ് നമുക്ക് പാതിരാമണലിൽ ചുറ്റിയടിക്കാനായിട്ട് തന്നത്. ഇപ്പോൾ ലഞ്ചിന് സമയമായി എന്നുള്ള അറിയിപ്പ് കിട്ടി. അപ്പോൾ നമുക്ക് പോയി ലഞ്ച് കഴിക്കാം. പതുക്കെ ബോട്ടിലോട്ട് പോവാം. അങ്ങനെ ലഞ്ച് മേടിച്ചു. ഒരു മീൻ ഫ്രൈ, കരിമീൻ നാട്ടിൽ വന്നിട്ട് കരിമീൻ കഴിച്ചില്ല, മോശമല്ലേ. ഒരു മീൻ ഫ്രൈ കൂടെ മേടിച്ചു. സാധാ ഊണിന് 100 രൂപയും മീൻ ഫ്രൈ ഉൾപ്പെടെ 220 രൂപയാണ്. അപ്പോൾ കഴിച്ചിട്ട് നോക്കട്ടെ, അഭിപ്രായം പിന്നീട് പറയാം. അപ്പോൾ നമ്മൾ പാതിരാമണലിനോട് ഇവിടെ പറഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ആഹാരം കഴിച്ച് കുഴപ്പമില്ലാത്ത ഫുഡ് 100 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ ഇനി കുമരകത്തെ ലക്ഷ്യം വെച്ച് ബോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്രൂ കുമരകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നമുക്കത് ശ്രദ്ധിക്കാം. റിസോർട്ടാണ് കുമരകത്തിലെ ഏറ്റവും വലിയ റിസോർട്ടാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജലവാഹനത്തിന് പുറകോട്ടും മുന്നിലോട്ടുമായി ഏകദേശം ഒരു 12 കിലോമീറ്റർ നീളത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസോർട്ടുകളുള്ള ഒരു പ്രദേശമാണ് കുമരകം. ലേക്ക് സൈഡ് റിസോർട്ടുകൾ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് കുമരകം എന്ന് പറയുന്നത്. റിസോർട്ടുകളുടെ പർദീസ എന്നാണ് കുമരകത്തെ അറിയപ്പെടുന്നത്. കൂടാതെ 2023 നടന്ന G20 ഉച്ചകോടി സംഘടിപ്പിച്ചത് കുമരകത്തിന്റെ ഈ തീരത്തുള്ള റിസോർട്ടുകളിലാണ്. കുമരകത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷിയും മത്സ്യബന്ധനമായിരുന്നെങ്കിൽ 2000 ആണ്ടിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പങ്കിടുവാനായി കുമരകത്തിന്റെ തീരത്തുള്ള താജ് റിസോർട്ടിൽ ഒരാഴ്ചയോളം തങ്ങുകയുണ്ടായി. അതിനുശേഷമാണ് കുമരകത്തിന് ഈ ടൂറിസം രംഗത്തേക്ക് ഒരു വളർച്ച ഉണ്ടായത്. കൂടാതെ കുമരകത്തിന് പേരുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് കുമരകത്തിന് അടുത്തുള്ള ഐവനം എന്ന പഞ്ചായത്തിൽ കുമരന്റെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അങ്ങനെ കുമരൻ വസിക്കുന്ന അകം കുമരകം ആയെന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ കൃഷിയും മത്സ്യബന്ധനവും ഇതിനോടൊപ്പം തന്നെ ഈ ടൂറിസം രംഗത്തും വൻ നേട്ടമാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ സഞ്ചരിച്ച് നമ്മൾ കയൽ കാർഷിക ടൂറിസം മേഖലയായ കുട്ടനാട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ പ്രദേശങ്ങളെല്ലാം കുട്ടനാട് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് കുട്ടനാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂപ്രദേശമല്ല. ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ചേർന്ന ഒരു ഡെൽറ്റ പ്രദേശത്തെയാണ് കുട്ടനാട് എന്ന് പറയുന്നത്. വിശാലമായ നെൽവയലുകളും അതുപോലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഉള്ള ഒരു സ്ഥലമാണ് ഈ കുട്ടനാട് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4 അടി മുതൽ 10 അടി വരെ താഴെയാണ് ഈ കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് പണ്ട് ഇത് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO 2013 കുട്ടനാട് ഫാമിംഗ് സിസ്റ്റത്തെ ആഗോള പ്രാധാന്യമുള്ള കാർഷിക പൈതൃക
സംവിധാനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെയൊക്കെ പ്രത്യേകതകളുള്ള ഈ സ്ഥലം. അങ്ങനെ നമ്മൾ അതുവഴി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറിനുള്ളിൽ നമ്മുടെ യാത്ര തീരുമെന്ന് ഉള്ള അറിയിപ്പെത്തി. അപ്പോൾ വീണ്ടും ഡാൻസ് കളിക്കാനായിട്ട് എല്ലാവരെയും വിളിച്ചുകൂട്ടി. അപ്പോൾ വീണ്ടും അടിപൊളി ഡാൻസ്. അപ്പോൾ ഈ യാത്ര അടിപൊളിയായ യാത്ര. അപ്പോൾ ഡാൻസ് കൂടി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കാറായിരിക്കുകയാണ്. ഇങ്ങനെ നല്ലൊരു യാത്ര നമുക്ക് സമ്മാനിച്ച ഈ ബോട്ട് ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ആദ്യമായിട്ട് ഇതിൻ്റെ ഡ്രൈവർ സുമേഷ്, ഞങ്ങൾ കയറിയപ്പം തൊട്ട് ഇപ്പോൾ യാത്ര അവസാനിക്കാറായ സമയം വരെ നമ്മളോട് എല്ലാ കാര്യത്തിനും നമ്മളോട് ഓടി നടന്ന് നമുക്ക് നല്ല ഉപദേശങ്ങളും നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന മിഥിലേഷിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സുരേഷ്, സിന്ധുമ്മ, ബിജു എല്ലാവരോടും നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്ത് തന്ന നമ്മുടെ കുടുംബശ്രീയുടെ എല്ലാ സഹോദരിമാരോടുള്ള നന്ദി അറിയിക്കുന്നു. 400 രൂപയ്ക്ക് അടിപൊളി ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരും ഇവിടെ വരണമെന്നാണ് പറയാനുള്ളത്. വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ ഈ ചെറിയ വീഡിയോയ്ക്കകത്ത് ഈ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ആ ഇട്ട പാട്ട് നമുക്ക് അതേപോലെ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ.